സഞ്ജുവിന് പണി കിട്ടി. അതായത് തേർഡ് അമ്പയറുടെ ഡിസിഷന് എതിരെ നമ്മുടെ സഞ്ജു സാംസൺ സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കളി കണ്ടതാണ്. സഞ്ജു സാംസൺ വളരെ മാന്യമായ രീതിയിൽ അത് എന്താണെന്ന് പരിശോധിക്കൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ പണിയാണ് ഒന്നൊന്നര പണി. സഞ്ജു നടത്തിയത് നിയമ ലംഘനമാണെന്ന് IPL ഭരണസമിതി കണ്ടെത്തി. തുടർന്ന് അദ്ദേഹത്തിന് ശിക്ഷയും വിധിച്ചു. മാച്ച് ഫീയുടെ 30% സഞ്ജുവിന് പിഴ ചുമത്തിയിരിക്കുന്നത്. പെരുമാറ്റച്ചട്ടത്തിലെ ആർട്ടിക്കിൾ 2.8 ലംഘനമാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചതെന്നാണ് BCCIയുടെ വിശദീകരണം. ഓക്കെ, വാർത്താക്കുറിപ്പിലൂടെ സഞ്ജുവിന് ഈ ഒരു പിഴ കൊടുത്തു എന്ന് അവർ പറയുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ അമ്പയറിന്റെ അനന്തപത്മനാഭൻ മലയാളിയാണല്ലോ അല്ലെ, അയാൾക്ക് വന്നിട്ട് നല്ല തെറി കമന്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മലയാളികൾ ഇടുന്നുണ്ട്. ശരിക്കും തേർഡ് അമ്പയറുടെ ഒരു ഡിസിഷൻ അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് ഒന്ന് രണ്ടാളുകളല്ല, സിദ്ധു അടക്കം പറയുന്നു. കളിക്കാരൻ സിദ്ധു അടക്കം ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുകയാണ് അത് ശരിക്കും പരിശോധിക്കേണ്ടതായിരുന്നു എന്നുള്ളത്. ശരിക്കും ബൗണ്ടറി ലൈനിലൊക്കെ പുതിയ നിയമങ്ങൾ വരേണ്ടത് അത്യാവശ്യമാണ്. ഈ ഗ്രാഫ് ടൈപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ നല്ലതായിരിക്കും. ഒരു പക്ഷേ ചില ആളുകൾ ഒരു തമാശക്ക് കമന്റ് ഇടുന്നതാണെങ്കിൽ പോലും ഈ ഒരു ലൈറ്റ് പിന്നുന്ന പരിപാടിയില്ല, ടച്ച് ചെയ്താൽ അത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ തേർഡ് അമ്പയർക്ക് നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ഓരോ കമന്റുകളും അല്ലെങ്കിൽ ഓരോ മെസ്സേജുകളായിട്ട് ആളുകൾ അയക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചിരിച്ചുകൊണ്ടുള്ള സാധനങ്ങളും തെറികളും ഒക്കെ ആയിട്ട് ആൾ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട്. അതായത് ഡൽഹിയെ രക്ഷിക്കാൻ വേണ്ടി തേർഡ് അമ്പയർ മനഃപൂർവ്വം ചെയ്തു എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എല്ലാവരും അത് കണ്ടതാണ്. ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ് അത് ടച്ച് ചെയ്തതായിട്ട്, കാല് ആ ഒരു ബൗണ്ടറി ലൈനെ ടച്ച് ചെയ്തതായിട്ട് കാണുന്നത്. പക്ഷെ വേറെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അത് ശരിക്കും തട്ടിയില്ല എന്നുള്ള ഒരു ഡൗട്ട്. ഈ ഒരു ഡൗട്ടാണ് ഒരു പക്ഷേ സഞ്ജുവിനെ തോൽപ്പിക്കാൻ മനഃപൂർവ്വം ആളുകൾ അല്ലെങ്കിൽ തേർഡ് അമ്പയർ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ ഒരു സീസണിൽ ആദ്യമായിട്ടൊന്നല്ല സഞ്ജു സാംസണ് ഇതേപോലെ പിഴ കിട്ടുന്നത്. 2 വട്ടം കിട്ടിയിട്ടുണ്ട്. അതായത് ഒന്ന് കുറഞ്ഞ ഓവർ നിരക്കിന്റെ പേരിൽ ഏകദേശം 12 ലക്ഷം രൂപയാണ്. അത് വീണ്ടും ആവർത്തിച്ചപ്പോൾ 24 ലക്ഷം രൂപ സഞ്ജുവിന് ഇതേപോലെ പിഴ കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു കളി ജയിക്കേണ്ട കളി ആയിരുന്നു എന്നുള്ളത്. സഞ്ജു അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു കളി ജയിക്കുമായിരുന്നു. അത്ര ഫോമിലായിരുന്നു സഞ്ജു. പക്ഷെ ഇതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹിയുടെ ഈ ഒരു ഓണർ ആയിട്ടുള്ള ആ നാറി സഞ്ജുവിനോട് ഇറങ്ങിപ്പോടാ കയറിപ്പോടാ എന്നുള്ള ഒരു മറ്റേതാ ഡയലോഗ് പറഞ്ഞത് അതൊരു വൃത്തികെട്ട സംഭവമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെതിരെയൊക്കെയാണ് നിയമങ്ങൾ വരേണ്ടത്. അതായത് ഓർമ്മയുണ്ടാവും, നമ്മളെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നമ്മൾ ഓണറായിട്ടുള്ള ഷാറുഖ് ഖാന് മുന്നേ ഒരു ബാൻ കിട്ടില്ലേ, അതുപോലെ ഈ നായിക്കാട്ടത്തിനും ഒരു ബാൻ കൊടുക്കണം നല്ലത്. കാരണം കളി അവിടെ തീരുമാനിക്കുന്ന അമ്പയറിന്റെ തീരുമാനം അന്തിമമാണല്ലോ. അതുകൊണ്ടാണല്ലോ അത് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പാവം സഞ്ജുവിന്റെ ഒക്കെ നിന്ന് 30% ഗ്രൗണ്ട് ഫീ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോ ഇതിന് ഒരു മാന്യമായ ഒരു നടപടി വേണം. ഇത് ഗാലറികൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, വളരെ മോശം. സംഘക്കാരെ ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. കാരണം അത് മുൻകൂട്ടി ഡൽഹിയെ ജയിപ്പിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്തതുപോലെ ആളുകൾ ആ ഒരു രീതിയിൽ പറയുന്നു. എന്തായാലും ഞാൻ കളി കണ്ട സമയത്ത് എനിക്ക് ഡൗട്ട് ഉണ്ട്, അത് ഔട്ടാണോ ഔട്ട് അല്ലയോ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു കാര്യം എടുക്കാൻ കഴിയില്ല. പക്ഷെ സഞ്ജു നമ്മുടെ പയ്യനായതുകൊണ്ട് നമ്മൾ സഞ്ജുവിന്റെ കൂടെ നിൽക്കുന്നു. പക്ഷെ സത്യം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇനി പറ്റൂല, ഇനി മനസ്സിലാക്കിയിട്ടും കാര്യമില്ല. കാരണം കളി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി അതിനെ കുറിച്ച് ചർച്ച ചെയ്തല്ലേ. പക്ഷെ ഇത്തരം വൃത്തികെട്ട ഈ ഒരു പരിപാടികളെ BCCI ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇത്ര കാലങ്ങളായില്ലേ സഞ്ജു ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞിട്ട്. അദ്ദേഹത്തിന് അതിനെ കഴിയാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോടുള്ള, മലയാളികളോടുള്ള, കേരളത്തിനോടുള്ള ഈ ഒരു വിദ്വേഷമാണ് ഒരു പക്ഷേ BCCI അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയാത്തത്. ശ്രീശാന്ത് ഒരിക്കൽ പറഞ്ഞ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് ഒരേ സ്റ്റൈലാണ്, അദ്ദേഹത്തിന് ടീമിൽ എത്താൻ കഴിയാത്തത് അതുകൊണ്ടൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ആകെ എയറിലായിട്ടുള്ളത്. പക്ഷെ പഴയൊരു പോസ്റ്റാണ് ആരോ കുത്തിപ്പൊക്കി ഇട്ടതാണ്. പക്ഷെ സഞ്ജു സാംസൺ തന്നെ ഒരു ഇന്റർവ്യൂവിനിടയിൽ പറഞ്ഞു കേട്ടില്ലേ, ഒരു നുണ ദ്രാവിഡിനോട് ശ്രീശാന്ത് പറഞ്ഞതുകൊണ്ടാണ് ഇന്ത്യൻ ജേഴ്സി എനിക്ക് അണിയാൻ കഴിഞ്ഞത് എന്നുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങളും ഇപ്പൊ പൊട്ടി മുളയ്ക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോ പാവം സഞ്ജുവിന് എന്തൊക്കെ കിട്ടി? ജയിപ്പിക്കേണ്ട ഒരു കളിയിൽ നിന്നും മനഃപൂർവ്വം തോൽപ്പിച്ച് പുറത്തേക്ക് ഇട്ടു. അതുകൂടാതെ ഇത് ചോദ്യം ചെയ്യണത്, സഞ്ജു ഒക്കെ ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ ഒരു മാന്യത എത്രത്തോളം നമുക്കറിയാം. വളരെ സൗമ്യമായിട്ട് തന്നെയാണ് അദ്ദേഹം അത് ചോദ്യം ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടതാണ്. ജസ്റ്റ് ചോദിക്കുമ്പോൾ ഇതിനും ചിരിച്ച് അവിടുന്ന് മാറി നിൽക്കുകയാണ്. അത്ര കിടിലൻ ജെന്റിൽമാൻ ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോ ആ ഒരു കാര്യത്തിന് അങ്ങനെ ഔട്ടാവുന്ന സമയത്ത് തന്നെ എത്രയോ സെലിബ്രിറ്റീസ്, എത്രയോ ആളുകളാണ് ട്വീറ്റ് ചെയ്തെന്നറിയോ. അത്ര ആളുകൾ തേർഡ് അമ്പയറിങ്ങിനെ കുറിച്ച് മോശപ്പെട്ട രീതിയിൽ ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു വീഡിയോന്റെ അടിയിൽ വന്നിട്ട് കമന്റുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനഃപൂർവ്വം ഹണ്ട് ചെയ്യണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സഞ്ജു എങ്ങനെയെങ്കിലും ഇന്ത്യൻ ടീമിൽ എത്താതിരിക്കണം, അതിനുവേണ്ടി ശ്രമിക്കുന്ന പോലെ. പല ആളുകളും പന്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ഡൽഹിയുടെ ആ ഒരു ഓണർ ഇല്ലേ, അയാളെ ശരിക്കും ബാൻ ചെയ്യാനുള്ള പണി കൊടുക്കണം. കാരണം
അയാൾ ഇനി ആ ഒരു ഗാലറിയിൽ വന്നിരിക്കാൻ പാടില്ല. അത്ര വൃത്തിയുടെ പരിപാടി ഇത്. കളി കാണുന്ന ഒരു മനുഷ്യനാണ്, അയാളെ കളി ടീം ഇറങ്ങുന്നുണ്ട് വെച്ചിട്ട് അവിടെ കിടന്നിട്ട് തോന്നിയാസൊന്നും കാണിച്ചു കൂട്ടാറില്ല അല്ലെ. അപ്പൊ വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകളെയും കൂടി പുറത്താക്കുക എന്നുള്ളതാ. ഒരു പാവപ്പെട്ട പയ്യന്റെ കരിയർ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടത്തരുത്. അയാൾ എങ്ങനെയായാലും തീപ്പൊരിയാണ്, അത് കത്തിപ്പിടിച്ച് മുന്നോട്ട് തന്നെ പോകും. ഇന്ത്യൻ ജേഴ്സി അണിയാൻ പോവാണ്, ഇനിയും ഇന്ത്യൻ ജേഴ്സി അണിയാൻ പോവുകയാണെന്ന് പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിനെ ബാറ്റ് ചെയ്യിക്കുമെന്ന് അറിയില്ല, കാരണം പന്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു കൂട്ടം ടീമുണ്ട്. സഞ്ജു ചിലപ്പോൾ ജേഴ്സി അണിഞ്ഞ് അവിടെ പോയി ഇരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കഥ. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് നേടാൻ കഴിയുന്നത് തടസ്സമാവും എന്നുള്ളതാണ്. അപ്പൊ നിരന്തരമായിട്ട് നമ്മളെ മലയാളികളോടുള്ള ഈ ഒരു കേന്ദ്രത്തിന്റെ അതെന്ത് എടുത്തു പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ BCCIയുടെ തലപ്പത്തിരിക്കുന്നത് ആരാ? അമിത്ഷായുടെ മകനാ. ഒരു തേങ്ങാക്കോലി ഇതിനെ കുറിച്ച് അറിയില്ല, വെറുതെ ചിറിളിച്ച് പോയിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇരിക്കുന്നത് കൊണ്ടൊക്കെ തന്നെ നമ്മളെ പയ്യന്മാരോട് എത്തിപ്പെടാൻ കുറച്ച് പ്രയാസപ്പെടും. രാഷ്ട്രീയം എല്ലാത്തിലേക്ക് വരുമ്പോൾ അത് വലിയൊരു വിഷയം തന്നെയാണ്. സ്പോർട്സ്മാൻമാരുടെ കയ്യിലിരിക്കണം, രാഷ്ട്രീയം രാഷ്ട്രീയക്കാരെ കയ്യിലിരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് സഞ്ജുവിന് ഐക്യദാർഢ്യമാണ്, സഞ്ജുവിന്റെ കൂടെ നിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അദ്ദേഹം ഔട്ടാണോ ഔട്ട് അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഇനി കിട്ടിയിട്ട് കാര്യമില്ല, അത് കിട്ടുമോ എന്ന് അറിയുകയുമില്ല.